പാലക്കാട് അകത്തെ തറയിൽ കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ ജനങ്ങളെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. ചെക്കിനിപ്പാടത്ത് ഇന്നലെ രാത്രി 11:30 സംഭവം. 4 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരാൾക്ക് പരിക്കേറ്റു. പ്രദേശവാസിയുടെ വീടിന്റെ മുൻവശത്തെ ഷീറ്റും കാട്ടാന തകർത്തു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാത്രിയാണ് അകത്തേത്തറ ചിക്കിനിപ്പാടത്ത് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ചിക്കിനിപ്പാടത്ത് ജാനകി എന്ന സ്ത്രീയുടെ വീട്ടിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. മുൻവശത്ത് ഉണ്ടായിരുന്ന ഷീറ്റ് അത് തകർത്തിട്ടുണ്ട്. ഓടും മറ്റുമൊക്കെ വീടിൻ്റെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി പരത്തിയ നിമിഷങ്ങളായിരുന്നു. നിരവധി ആളുകളെ ആന ഓടിക്കുകയും ചെയ്തു. ഒരു ഒറ്റയാനാണ് ഈ പ്രദേശത്തേക്ക് എത്തി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീതി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതേ വീട്ടിൽ തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ ജനം TV ഇതേപോലെ ആന എത്തിയതും ഇവരുടെ ആശങ്കയും സംബന്ധിച്ചൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഒരു പരിഹാരമായിട്ടില്ല. വീണ്ടും ഇത്തരത്തിൽ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. അതിലൊരു പരിഹാരമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് വ്യക്തമാവുന്നത്. ഏതായാലും തലനാരി ഇഴയ്ക്കാണ് ഇവർ പലരും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്താ ചേട്ടൻ്റെ പേര്? എപ്പോഴാണ് സംഭവിച്ചത്? 11 മണി സംഭവിച്ചത്. ഇപ്പോൾ എന്തായാലും സംഭവിച്ചെന്തായിരുന്നു? നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ സംഭവം അവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് പോയി ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർ ബാറ് കുറ്റിട്ട് അവർ അവിടെ കൊണ്ടാക്കുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ലൈറ്റ് 2ാം പ്രാവശ്യം അടിക്കുമ്പോൾ സാധനം അവിടെ ഇല്ല. പിന്നെ ആന വരുന്നതുണ്ട്. 3 പേരുണ്ടാവും. ആ 3 പേര് ഓടി. ഞങ്ങൾ ഓടിക്കുക. രാത്രി 11 മണിയോടെയാണ് സംഭവം. ആന ഇവര് 3 പേരും കൂടി ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആന അവിടെ നായി കുരയ്ക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇവർ ടോർച്ചടിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആന ഓടി വരികയായിരുന്നു. അപ്പോൾ ഒരാൾ അതുവഴി ഓടിപ്പോയി, 2 ആൾ ഇതുവഴി ഷീറ്റിൻ്റെ അടി കൂടെ ഓടിപ്പോയി. അപ്പോൾ ആന അതിന് പിന്തുടർന്ന് ഓടി വന്ന് ഇതിൽ തട്ടുമായിരുന്നു. ഇതിൽ തട്ടി ഇതുവഴിയാണ് ആന റിട്ടേൺ കയറിപ്പോയത് രാത്രി. ഇതിപ്പോൾ രാത്രി ഒരു 8 മണിയോടെ തന്നെ ആന ഇവിടെ ഉണ്ട്. ആന ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ ഇറങ്ങി നായി ഒരക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് വന്നിട്ട് കയ്യിലും തൊടയിലൊക്കെ അത്യാവശ്യം പരിക്കുണ്ട്. വേറെ 2 പേർക്കും വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ അവർക്ക് അസ്വസ്ഥത, ഭയങ്കരമായി പേടിയായി. എന്നാലും ആന ഇതിനുള്ളിൽ വന്നിട്ട് ഭയങ്കര പീരിയറിലും ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഭീതിയായിട്ടുള്ള സംഭവമാണ്. എന്താ വെച്ചാൽ ഒന്നാമത് ഇവിടെ കാട് ഇങ്ങനെ വളർന്നു കിടക്കണം. ആന അടുത്ത് നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് പട്ടാപ്പകൽ പോലും ആന നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആന ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്കും ഇരുട്ട് പിടിച്ച സ്ഥലമാണ്. ഒന്നാമത് വെളിച്ചമില്ല, ഒരു ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു വെളിച്ചമൊന്നുമില്ല. വെളിച്ചത്തിൻ്റെ സൗകര്യമൊന്നുമില്ല. ഇത് പിന്നെ കേസിൽ പെട്ട് കിടക്കുന്ന സ്ഥലമാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഇത് അവർ പറഞ്ഞപ്പോൾ അവർ മറ്റേ പ്രൈവറ്റായിട്ട് സംസാരിച്ച് വെട്ടാനാണ്, അടിക്കാട് വെട്ടി തെളിക്കാനായിട്ടാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വീടിൻ്റെ ഉടമസ്ഥർ അവർ കൂടെ ഉണ്ട്. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാമത്തെ തവണയാണ്. നമുക്ക് ഇതിനു മുൻപും സമാന രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ജനം TV തന്നെയാണ് വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ വീടിന് നേരെയുള്ള ആക്രമണമൊക്കെ. വീണ്ടും അതേപോലെ സംഭവിച്ചിരിക്കണം. അന്ന് ഇത്ര നാശനഷ്ടം ഉണ്ടായില്ല, ഇപ്പോൾ ഒരുപാട് നാശം. ഇന്നാണ് ഇത്ര ഇത്. ഞാൻ സുഖമില്ലാണ്ട് ഇരിക്കുന്നവരാണ്. മോള് ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഗുളിക കഴിച്ച് ഒന്നും അറിയില്ല. ഇവിടുത്തെ ചേച്ചി 100 പ്രാവശ്യം വിളിച്ചു കേൾക്കും. എന്താണ് ഈ വഴി എന്തെങ്കിലും കുത്തിയിട്ട് വേണം എനിക്ക് നടക്കാൻ. കണ്ണും കാണുള്ളൂ. ഗുളിക കഴിച്ചിട്ട് ആസ്പത്രി പോയി അവർ ഗുളിക കഴിച്ചിട്ട് ഇന്ന് മാറും നാളെ. ഇന്ന് ആസ്പത്രിക്ക് പോകേണ്ടത്. എൻ്റെ മകൾ തൃശ്ശൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്ന് എങ്ങനെ പോകാൻ പറ്റും എനിക്ക്? ഇതൊക്കെ കൂടെ ടെൻഷനായിരിക്കുന്നില്ല. BP കയറി ഇപ്പം രാവിലെ 3 ഗുളിക കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചെന്താണ്? എപ്പം തന്നെ 11 മണി ഇയാൾ മൂത്രം ഒഴിക്കാൻ വന്നതാണ്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ എപ്പോഴും ഇങ്ങനെ നായി കുരച്ചാലും നോക്കും. അപ്പം ഈ നായി അപ്പം ഞാൻ വെറുതെ തീർത്തോടെ നായി കുരയ്ക്കുന്ന അറിയാം. നായികളല്ലേ നായി കുര നിങ്ങൾ വെറുതെ ടോർച്ച് അടിക്കണ വാത തുറക്കണ്ട പറയും. അപ്പം ഇന്നലെ പെട്ടെന്ന് പോയപ്പോൾ നമ്മുടെ പപ്പാളങ്ങന്മാരെ അങ്ങനെ വലിച്ചു പൊട്ടിക്കുകയാണ്. വലിച്ചു പൊട്ടിപ്പോൾ ഇവിടെ ഉണ്ണി എവിടെ ആരും ഇല്ല. ഞങ്ങൾ 2 പേരുള്ളൂ. ഉണ്ണി വലിയച്ഛനെ വിളിക്കാൻ വേണ്ടി ഏട്ടനെ വിളിച്ച്. ഏട്ടനെങ്കിൽ ഇതേ വരുന്നത്. ഏട്ടനെ ഞങ്ങൾ ഇതേ വരാൻ പറഞ്ഞു. അതേ പറഞ്ഞാൽ പോയിട്ട് ചേച്ചി ഏട്ടണം. അപ്പോൾ ഈ ഒമ്പറത്തിൽ കൂടെ വരാവൾക്ക് നോക്കണം ആൾ അവിടെ നിൽക്കണം. അപ്പോൾ ഏട്ടൻ നമ്മൾ പിന്നെ മിഷുവിന് പടക്കം വാങ്ങിച്ചിട്ടില്ല. അതും കൊണ്ട് പൊട്ടിച്ചിട്ട് ഇവർ 3-4 പേരും കൂടി അങ്ങോട്ട് പോയി പടക്കം പൊട്ടി തീപ്പൊട്ടി വിളിക്ക് ആന അങ്ങോട്ട് പോയി ആന ഇങ്ങോട്ട് തിരിച്ചു പോന്നു. സൗണ്ട് ഉണ്ടാക്കി ഇവർ കൂട്ടം കൂടിയപ്പോൾ സൗണ്ട് കേട്ടു. അങ്ങനെ എൻ്റെ കേട്ട ഇങ്ങോട്ട് ഓടിയത് എൻ്റെ കേട്ട അവിടെ പോകണം. കാര്യത്തിൽ സൂര്യനാണ് എൻ്റെ മൂത്തസ്. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ അവിടെ പോയിട്ട് പൊന്തി തന്നെ കിടന്നു. ആന ഇങ്ങോട്ട് കടന്ന വഴിക്ക് പിന്നെ 3 പേര് ഈ വീട്ടിലെയും ഇയാളും അപ്പുറത്തെ വീട്ടിലെ ചക്കൻകുട്ടിനും കൂടി ആന മിടിക്കിയപ്പോൾ ആന ഇങ്ങോട്ട് കടന്നപ്പോൾ എൻ്റെ കേട്ട അവിടെ തന്നെ പൊന്തി കിടന്നു. ആന ഇങ്ങോട്ട് കടന്ന ശേഷം ഓടിയിട്ട് എൻ്റെ പിന്നെ ഉണ്ണിയുടെ അനിയൻ്റെ വീടിൻ്റെ അവിടെ എത്തി. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നല്ല 4-5 പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് വന്നിരിക്കുന്നു ഇവിടെ? ഇത്രയും കാട്ടിൻ്റെ ഒരു പോസ്റ്റ് തരാണെങ്കിൽ ഒന്ന് വെട്ടാനോ ഒന്നിനെ അയക്കില്ല. ഒരു കഷ്ണം കോല് വച്ച കണ്ട അവർ അപ്പം കൊടുവാളും ഇതും പിടി കൊണ്ടുപോകണം.
അപ്പം ഇത്രയും പൊന്തണ്ടായിരിക്കുന്നത് ഞാൻ കുഞ്ഞു മക്കളെ എൻ്റെ മക്കളില്ല പേരമക്കളത് എത്രസേ ഉള്ളൂ ഇവർക്കൊക്കെ അറിയാം എത്രസേ ഉള്ളൂ അവൾ അമ്മാനപ്പം വലിയ മകളും അമ്മാനപ്പം വെച്ചിട്ട് അങ്ങോട്ട് പോത്തനൂര് പോയതാണ്. മെമ്പറിനെ വിളിച്ചു, മെമ്പർ നേരെ ഫോറസ്റ്റുകാർക്ക് വിളിച്ചു, അപ്പം തന്നെ എത്തി. ഒരു സൗകര്യത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറയല്ലേ പട്ടാപ്പകല് പോലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. പക്ഷെ രാത്രി ഒരു 6:30 കഴിഞ്ഞ് ഭയങ്കര ഇരുട്ടാണ് ആ സൈഡ്. നമുക്ക് ആന വന്നാൽ കൂടി തന്നെ അറിയില്ല. പിന്നെ നമ്മൾ പോണതും വരുന്നതൊക്കെ ആ ഭാഗത്ത് കൂടെയാണ്. പിന്നെ അവിടേക്ക് വന്നപ്പോൾ ഇപ്പൊ ലേറ്റ് കാരണം ഒരു ഇതും ഇല്ല. ഇതുപോലെ ഇനിയും സംഭവിക്കും. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഒരു ഇത് ചെയ്ത് തരണം. എന്താ വെച്ചാൽ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അത്രയും മെമ്പറിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കണം. ആ സമയത്ത് ഒരാളും വരാത്ത മെമ്പർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ആശങ്ക തന്നെയാണ് ഈ കുടുംബം മുഴുവൻ പങ്കുവയ്ക്കുന്നത്. കാരണം ഒരു കാര്യത്തിലും സൗകര്യമായി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. വലിയ ബുദ്ധിമുട്ടാണോ? എന്താണ് ഈ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇത് അവർ 3 ആളും കൂടി 4 ആളും കൂടി അങ്ങോട്ട് പോയി കിടന്നു. പിന്നെ മാറ്റി മുടുക്കിയിട്ടാണ് വണ്ടി ഇങ്ങോട്ട് ആന അങ്ങോട്ട് വന്നത്. അങ്ങനെ അതിർത്ത് മുട്ടിയും കൊണ്ട് അങ്ങനെ അധികം പോയിരുന്നു. ഒരാൾ അവിടെ കിടന്നു, 3 ആളിങ്ങനെ ഓടി രക്ഷപ്പെട്ടു. സംഭവിച്ചാണെങ്കിൽ ജീവൻ തന്നെ പോയിട്ടുണ്ട്. ജീവൻ തന്നെ പോയിട്ടുണ്ടാവും. എന്തായാലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അത് തന്നെയാണ്. എത്രയും വേഗം ഇതിലൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ഇതേ വീട്ടിൽ ആന എത്തുകയുണ്ടായി. അത് നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്ത് പോയതിൻ്റെ പിറ്റേന്നായിരുന്നു അതേ ആന PT7 എന്ന ആന എത്തി പപ്പാടി എന്ന ഭാഗത്ത് ധോണിയിൽ ഒരാളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും സമാന രീതിയിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നു. ഇതേ വീട്ടിലേക്ക് വീണ്ടും ആന എത്തിയിരിക്കുന്നു. ഈ പ്രദേശത്തെ നിരവധി ആളുകളെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു ഈ ആന എത്തിയത്. ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ആന വരുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഒരു കൃത്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.